നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന നടനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ താരത്തിന്റെ ഇന്നത്തെ ബോക്സ് ഓഫീസ് പ്രകടനം പക്ഷേ അത്ര മികച്ചതല്ല. വർഷങ്ങളായി ഒരു ക്ലീൻ ഹിറ്റ് പോലും ഇല്ലാതെ ഇൻഡസ്ട്രിയിൽ പടങ്ങൾ ചെയ്തിട്ടും ദിലീപിന്റെ മാർക്കറ്റ് വാല്യൂ ഒരു അണു പോലും ഇടിഞ്ഞിട്ടില്ല. എങ്കിലും നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ദിലീപിന്റെ സ്വീകാര്യതയിൽ കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. അതിജീവിതയും പ്രതികളിൽ ഒരാളും സിനിമാ മേഖലയിൽ നിന്നാണെന്നതും കേസിൽ അതിജീവിത സ്വീകരിച്ച ശക്തമായ നിലപാടുകളുമെല്ലാം കാരണം വിഷയം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു സമയത്ത് ദിലീപ് എന്ന പേര് പറഞ്ഞാൽ പോലും വിമർശനങ്ങൾ പറയുന്നവർക്ക് കിട്ടുമായിരുന്നു. അത്രയേറെ സൈബർ അറ്റാക്കും നേരിട്ടുള്ള അറ്റാക്കും ദിലീപും ദിലീപിനെ സ്നേഹിക്കുന്നവരും നേരിട്ടു. അതിനുശേഷം പൊതുവെ മാധ്യമങ്ങൾക്ക് അധികം മുഖം കൊടുക്കാതെ നടക്കുകയാണ് ദിലീപ്. കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിൽ ഇരിക്കുന്ന വേളയിൽ പോലും സിനിമാ പ്രൊമോഷനുകളിൽ അധികം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അടുത്ത കാലത്തായി താരം ധാരാളം പ്രൊമോഷൻ പരിപാടികളിലും അഭിമുഖങ്ങളിലും മറ്റ് പരിപാടികളിലും ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദിലീപ് എന്ന മനുഷ്യന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ സംസാരം. ദിവസങ്ങൾക്ക് മുൻപ് ഒരു പരിപാടിയിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളും അടുത്തിടെ നടന്ന കൊച്ചിൻ ഹനീഫയുടെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന് ശേഷം വന്ന വീഡിയോകളുമാണ് അതിന് പ്രധാന കാരണം. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പലരും വീട്ടിലേക്ക് വരികയും ആദരവ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പലരും അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ദിലീപേട്ടന്റെ ഫോൺ കോൾ എല്ലാ ആഴ്ചയും വരും. അമ്മ ഓക്കെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും കോൾ. ഇടയ്ക്ക് കാവ്യ മാധവനൊപ്പം വീട്ടിലേക്ക് വരാനിരുന്നതായിരുന്നു. ഞാൻ കാരണം അത് മുടങ്ങി എന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. പലരും വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന സ്നേഹവും കരുതലും ദിലീപ് പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന തരത്തിലായിരുന്നു അന്ന് സംസാരം. പിന്നീട് ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ കുടുംബം പുതിയ വീട്ടിലേക്ക് താമസം മാറി. അവിടെ പാല് കാച്ചലിന് ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് ദിലീപ് തന്നെയാണ്. ഈ 16 വർഷക്കാലം എങ്ങനെയൊക്കെയോ ദിലീപേട്ടൻ തങ്ങളെ സഹായിച്ചുവെന്ന് കൊച്ചിൻ ഹനീഫയുടെ അളിയൻ പറഞ്ഞ വാക്കുകൾ ആരാധകർ അത്രയേറെ ബഹുമാനത്തോടെയാണ് കേട്ടത്. കൊച്ചിൻ ഹനീഫ മരണപ്പെടുമ്പോൾ ഇരട്ടക്കുട്ടികൾക്ക് 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ 16 വർഷത്തിനിടയിൽ എന്ത് കാര്യത്തിനും ആദ്യം ഓടിയെത്തുന്നതും സഹായം നൽകുന്നതും ദിലീപേട്ടനാണ്. ഒരു കോളിനപ്പുറത്തേക്ക് അദ്ദേഹമുണ്ട്. ഷൂട്ടിംഗ് തിരക്കിൽ കോൾ മിസ്സായാൽ പിന്നെ തിരിച്ചു വിളിക്കുന്നത് ഒരു 100 സോറി പറഞ്ഞുകൊണ്ടാവും. ദിലീപേട്ടന്റെ ജീവിതത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായി. അദ്ദേഹം ജയിലിലായപ്പോഴും ഹനീഫക്കയുടെ കുടുംബത്തിലേക്ക് എത്തേണ്ടത് കൃത്യമായി എത്തണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു അത്രേ. ഇത്രയും വർഷം ഇക്കാര്യങ്ങളൊന്നും ദിലീപ് എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സഹായം കിട്ടിയവരായി തുറന്നു പറയുമ്പോഴാണ് ദിലീപ് എന്ന നന്മ മരത്തിനെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയും എത്തുന്നത്. കൊച്ചിൻ ഹനീഫയ്ക്കും കുടുംബത്തിനും മാത്രമല്ല, താൻ ജയിലിലായപ്പോഴും സഹായിച്ചിരുന്നവരുടെയും ആരുടെയും കാര്യത്തിൽ മുടക്കം വരുത്തരുത് എന്ന് ദിലീപ് പ്രത്യേകം പറഞ്ഞിരുന്നു അത്രേ. വെട്ടം എന്ന സിനിമയിൽ നായിക ദിലീപിനെ കുറിച്ച് പറയുന്ന അതേ ഡയലോഗിനൊപ്പമാണ് ഇത്തരം സഹായത്തിന്റെ കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അയാൾ കള്ളനൊന്നുമല്ല സാർ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് എന്നാണ്. ദിലീപിനെ പിന്തുണച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എവിടെയും വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെ 16 വർഷം സംരക്ഷിച്ച ദിലീപ് വലിയവനാണെന്ന് പറയുന്നതിനൊപ്പം പല അഭിമുഖങ്ങളിലായി ദിലീപ് പറഞ്ഞിട്ടുള്ള വീഡിയോകളും ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ഒരാളെക്കുറിച്ച് പോലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന ദിലീപിന്റെ വാക്കുകളാണ്. ഇന്ന് വരെ ഒരാളെക്കുറിച്ചും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കുത്തി പറയുകയോ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പരിപാടിക്കും ഞാൻ നിന്നിട്ടില്ല. ഒരു മോശമായ അവസ്ഥയിൽ ഒരാൾക്ക് മെസ്സേജിലൂടെ പോലും വേദനിപ്പിക്കുന്ന ഒന്നും അയക്കാത്ത ആളാണ് ഞാൻ. അത്രയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത് വളരെ കൂടിപ്പോയി എന്നാണ് ദിലീപ് പറഞ്ഞത്. മാത്രമല്ല, എന്നെ ആർക്കും അറിയാം, ഞാൻ ഒന്നും പ്രതികരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ വിട്ടേക്ക്. ഞാൻ സംസാരിച്ചാൽ ഭയങ്കര കുഴപ്പമാ. ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരെക്കുറിച്ചും ഒന്നും പറയാനോ ആരുടെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും ഞാൻ വരുന്നില്ല. എന്റെ പേഴ്സണൽ കാര്യത്തിലും ആരും വരേണ്ട, എന്നെ വിട്ടേക്ക് എന്നാണ് ദിലീപ് പറയുന്നത്. BGM എല്ലാം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രചരിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ ആരെയും വില കുറച്ച് കാണരുത് എന്നും ദിലീപ് പറയുന്നുണ്ട്. എപ്പോഴാണ് ആരാണ് നമ്മളെ സഹായിക്കുന്നത് എന്നറിയില്ല. എല്ലാവരും കഴിവുള്ള ആളുകളാണ്. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അവസരം കിട്ടിയാൽ ആരും നല്ല രീതിയിൽ വളരുമെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. സിനിമാ നടനാവണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മിമിക്രിയിലൂടെ തന്റെ ടീനേജ് പ്രായത്തിൽ കരിയർ ആരംഭിച്ചതാണ് ദിലീപ്. പെട്ടെന്ന് നടനാവുക അസാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കൂടി ചെറിയ ചെറിയ റോളുകൾ ചെയ്തു
ചെയ്തുകൊണ്ട് തന്നിലെ നടനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നായകനായി അരങ്ങേറിയതിനു ശേഷം ജനങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടികളെ ആകർഷിക്കുന്ന വിധം തമാശ ചിത്രങ്ങൾ ചെയ്തു. അതിലൂടെ ജനപ്രിയ നായകനായി വളർന്നു. തന്റെ വളർച്ചയ്ക്കൊപ്പം ഒപ്പം നിന്നവരെയും ദിലീപ് ചേർത്ത് പിടിച്ചു. താരസംഘടനയുടെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും തിയേറ്റർ ഓണർ അസോസിയേഷന്റെയും തലപ്പത്ത് ദിലീപ് എത്തിയതിന് പിന്നിലും നിരന്തരമായ ശ്രമങ്ങളുണ്ട്. അങ്ങനെ ആരാലും തകർക്കാൻ കഴിയാത്തവരായി ദിലീപ് വളർന്നു പന്തലിച്ചു നിൽക്കുമ്പോഴാണ് നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. അതിൽ പ്രതിചേർക്കപ്പെട്ടതോടെയാണ് സിനിമാ ജീവിതം നിലംപതിച്ചത്. കേസിൽ ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി വിധിച്ചുവെങ്കിലും അത് ഭൂരിപക്ഷം ജനം അംഗീകരിച്ചിട്ടില്ല. സിനിമയിലും തുടർ പരാജയങ്ങളാണ് ദിലീപിന് നേരിടേണ്ടി വന്നത്. അതേസമയം ഒരു അഭിമുഖത്തിൽ 2 വർഷങ്ങൾക്ക് മുൻപ് ദിലീപ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. മീശമാധവൻ എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം റിലീസായി 24 വർഷങ്ങൾ പിന്നിടുന്ന വേളയിലായിരുന്നു ഈ അഭിമുഖം ശ്രദ്ധ നേടുന്നത്. ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു അനുഭവമാണ് ദിലീപ് ഇതിൽ വെളിപ്പെടുത്തിയിരുന്നത്. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മീശമാധവൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു. പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവും ഞാനും തമ്മിലുണ്ടായ ഒരു വിഷയത്തിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. അതിന്റെ ഭാഗമായി സിനിമയിൽ നിന്ന് ബാൻ ചെയ്തു. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനമാക്കിയുള്ള വിഷയമായിരുന്നുവെങ്കിലും അത് മറ്റൊരു രീതിയിലേക്ക് മാറി. എല്ലാവരുടെയും മുന്നിൽ ഞാൻ വില്ലനായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴാണ് മീശമാധവൻ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. പാട്ടുകളുടെയും ചിത്രീകരണം അവസാനത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അവസാനം ചിത്രീകരിച്ചിരുന്നത് ചിങ്ങമാസം, വാളെടുത്താൽ അങ്കക്കലി തുടങ്ങിയ പാട്ടുകളായിരുന്നു. വാളെടുത്താൽ അങ്കക്കലി പാട്ടിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു തരി പോലും നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയായിരുന്നു. ആ പാട്ടുകളിൽ ഞാൻ വളരെ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതാണ് കാണുന്നത്. പക്ഷേ ഡാൻസ് ചെയ്യുന്നത് തന്നെ എനിക്ക് ടെൻഷനാണ്. അതിനിടയിൽ മാനസികമായി ഞാൻ ഒട്ടും ശരിയായിരുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഇവർക്ക് എന്റെ സത്യം അറിയില്ലല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ. വലിയൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഫോൺ വിളികളും വരും. ലാലു ഫോൺ കൊണ്ടുവന്ന് തരും. ആരാണെന്ന് പറഞ്ഞാൽ വീണ്ടും വലിയ പ്രശ്നങ്ങൾ. ഇതെല്ലാം മനസ്സിലുണ്ടായിരിക്കെയാണ് ഞാൻ ഡാൻസ് ചെയ്തത്. സത്യമായി പറഞ്ഞാൽ എന്റെ നെഞ്ചിൽ തീക്കനൽ വാരിയിട്ടതുപോലുള്ള പ്രഷറിലായിരുന്നു ഞാൻ. ചിങ്ങമാസം പാട്ട് ചെയ്യുമ്പോൾ പൊള്ളാച്ചിയിലെ ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്ന് ഞാൻ കരഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്തിനാ ഇവർ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്തറിഞ്ഞിട്ടാ ഇവർ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. പിന്നെ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ക്യാമറയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സങ്കടമുണ്ടെങ്കിലും നമ്മളത് കാണിക്കരുത്. അത് ജോക്കർ സിനിമയിൽ പറഞ്ഞതുപോലെയാണെന്നുമായിരുന്നു ദിലീപ് പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.